നമസ്കാരം, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേരൻറ്റിങ്ങിനെ കുറിച്ചാണ്. സ്കൂൾ അടച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ വീട്ടിലുണ്ട്. മിക്കവാറും പേരൻസിന് ജോലിക്ക് പോകേണ്ട സമയവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. കുട്ടികളെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതും 24/7 ഇവരെ മാനേജ് ചെയ്യാൻ വേണ്ടി വീട്ടിലിരിക്കുക എന്ന് പറയുന്നതും രണ്ടും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആസ് എ പേരൻറ്റ് എനിക്കത് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ടാൻട്രംസ്, അവരുടെ വാശികൾ, അവരുടെ ആവശ്യങ്ങൾ, വഴക്കുകൾ ഒക്കെ കൂടുന്ന ഒരു സമയമാണിത്. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേരൻസ് നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോ ഈ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇവളാരത് സംസാരിക്കാൻ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ അതിനും ഞാനൊരു ഉത്തരം തരാം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു പേരൻ്റാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇവരെ വളർന്ന ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ കുട്ടി കരയുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കരയുക, കുട്ടി വഴക്കും വാശി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലും കൂടുതൽ ഒച്ചയെടുക്കുക, കുട്ടിക്ക് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ കുട്ടി കാണിക്കുമ്പോൾ നമ്മൾ അതിനും മുകളിൽ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഹ്യൂമൻ ബീയിങ് ആയി മാറുന്നുണ്ടോ എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയ കാലം തൊട്ട് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ട് പഠിക്കുകയും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോഴ്സസുകൾ ചെയ്യുകയും പുസ്തകങ്ങൾ വായിക്കുകയും എക്സ്പേർട്സിനോട് സംസാരിക്കുകയും ചെയ്ത് ഞാൻ ഈ 10 വർഷം കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ട്. അപ്പോൾ ഒരറിവും പൂർണ്ണമല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുണ്ട്. അപ്പോൾ അത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് തന്നെ എന്നെപ്പോലെ ഈ ഒരു ജേർണി കൂടെ കടന്നു പോകുന്ന മറ്റുള്ള പേരൻസുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ലൈഫ് അൺഎഡിറ്റഡ്. കുട്ടികളുടെ ടാൻട്രംസ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസൊക്കെ നമ്മളെ എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? ബേസിക്കലി അവർ പേടിപ്പിച്ചിട്ടായിരുന്നു നമ്മുടെ പല കാര്യങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ പല വാശികളെയും കുരുത്തക്കേടുകളെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴും കുറച്ചും കൂടി ആ പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ കൂടുതലും കുട്ടിയുടെ ഫ്രണ്ട് ആവാൻ ഒരു ഭാഗത്ത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഫാക്ടർ ബിൽഡ് ചെയ്തുകൊണ്ട് വരണം എന്നുള്ള ബോധ്യമുള്ള പേരൻസാണ് ഇന്നത്തെ കാലത്ത്. അറ്റ് ദ സെയിം ടൈം ചില സമയത്ത് കുട്ടികളുടെ ടാൻട്രംസ് കാണുമ്പോൾ, ഇവരുടെ വാശി കാണുമ്പോൾ എൻ്റെ ദൈവം ഈ ഭൂമിയിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു കൊച്ച് എന്ന് വരെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട്. അല്ലെങ്കിൽ ഏത് സമയത്താണോ ഇത് തോന്നിയത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം ചില പോയിന്റ് അങ്ങനെയാണ്. നമ്മളെ ക്ഷമയുടെ നെല്ലിപ്പലക എണ്ണിപ്പിക്കാൻ മിടുക്കരാണ് നമ്മുടെ മക്കൾ. അപ്പോൾ നമ്മുടെ പേരൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണോ വേണ്ടത്, അതോ നമ്മൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഇവരെ മാനേജ് ചെയ്യാൻ നമ്മൾ എക്യുപ്ഡ് ആവുകയാണോ വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചിന്ത. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ടാൻട്രംസ് കാണിക്കുന്നത്, ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ, അവർ കുട്ടികളായതുകൊണ്ട്. അവർ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നതാണത്. നമ്മൾ അവർ അഡൾട്ട്സിനെ പോലെ വളരെ ചിന്തിച്ച് ലോജിക്കലായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. കമല എന്തെങ്കിലുമൊക്കെ ഭയങ്കര കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്ര വിലയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും എടുത്ത് എറിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് ഭയങ്കര ചിൽ ബ്രോ എന്നുള്ള സെറ്റപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ ദൈവം ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യുക? നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ടെമ്പർ തെറ്റും, നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരും, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. പക്ഷേ ഇത് നമ്മൾ കൊച്ചിനോട് കാണിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ഗുണവും ഇല്ല എന്നുള്ളത്. കൊച്ച് പേടിക്കും, കൊച്ച് ഇൻസെക്യൂർ ആവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്ര എന്ത് കാര്യം ചെയ്തതിനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എന്നെ ഇങ്ങനെ തള്ളി പറയുന്നത് അല്ലെങ്കിൽ എന്നെ പേടിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തിട്ട് അവൾ ഇൻസെക്യൂർ ആകും എന്നുള്ളതല്ലാതെ അവൾ ആ ചെയ്തതിൻ്റെ ആഘാതം എന്തുമാത്രമായിരുന്നു എന്നുള്ളത് അവൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ബിക്കോസ് അവളുടെ ലോജിക്കൽ ബ്രെയിൻ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല. അത് ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സിലാണ്. നമ്മൾ ഓർക്കും ചില കാര്യങ്ങളിൽ പിള്ളേർക്ക് ഭയങ്കര ലോജിക്കായിരിക്കും, ചില കാര്യങ്ങൾ വളരെ ബുദ്ധിപരമായിട്ടൊക്കെ ആലോചിച്ച് ഇങ്ങനെയൊക്കെ എടുക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ എന്ന്. പക്ഷെ ചില സമയത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ വീട്ടിൽ പാലില്ല അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല. നമ്മൾ ചോക്ലേറ്റിൻ്റെ ബോക്സൊക്കെ തുറന്ന് കാണിച്ചു, ദേ ഇവിടെ ഇല്ല, നമ്മൾ കടയിൽ പോയിട്ട് പിന്നെ മേടിച്ചിട്ട് വന്നിട്ട് തരാം. അല്ല, എനിക്കിപ്പോൾ വേണം, എനിക്ക് ഈ പാത്രത്തിനകത്ത് നിന്ന് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ വേണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് കാണിക്കും, മക്കളെ ഇതിനകത്തില്ല, ഒന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ ഈ ഫ്രിഡ്ജിനകത്തുനിന്ന് വേണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കൊച്ചിനെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? 2-2.5 വയസ്സുള്ള കൊച്ചായിരിക്കും. കൊച്ചിന് ബാക്കിയുള്ള എല്ലാ കാര്യവും മനസ്സിലാവുന്നുണ്ടല്ലോ, ബാക്കി എല്ലാത്തിനുള്ള കുരുട്ട് ബുദ്ധി അതിനുണ്ടല്ലോ, ഈ കാര്യം എന്താ മനസ്സിലാവാത്തത്? അതാണ് ഭയങ്കര വലിയ ചില ഇമോഷൻസ് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല ഇവരുടെ ഇമോഷനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര സങ്കടം, ഭയങ്കര എക്സ്ട്രീം സന്തോഷം, അല്ലെങ്കിൽ പേടി, സങ്കടം, ഇങ്ങനെയുള്ള ഇമോഷൻസൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന് അറിയില്ല ഇതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നും എങ്ങനെ റെഗുലേറ്റ് ചെയ്യണമെന്നും
എങ്ങനെ ആ ഇമോഷൻസിന് അനുസരിച്ച് ആക്ട് ചെയ്യണം എന്നുള്ളത് കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ കുട്ടികളുടെ പല വാശികളും ടാൻഡ്രംസും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള നിലവിളിയാണ്. അവർ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ സ്ക്രീം ചെയ്ത് നമ്മുടെ ചെവി പൊട്ടിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്താലും അതൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലവിളിയാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തു നിന്നാണ് നമ്മുടെ ശരിക്കുള്ള ആ ഒരു പേരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പേരൻറ്റിങ് ഈസ് നോട്ട് അബൌട്ട് ദ ചൈൽഡ്, ഇറ്റ്സ് അബൌട്ട് ദ പേരൻ്റ് എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു ലെസൺ. നമുക്ക് വേണ്ട തരത്തിൽ എങ്ങനെ ഈ കുട്ടീനെ മാറ്റി നമുക്ക് വേണ്ട പോലെ മോൾഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനപ്പുറത്ത് ഇത് വളരെ റോ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അതിൻ്റെ ഏറ്റവും ഓതൻറ്റിക് സെൽഫിലേക്ക് ആളെ വളർത്തിയെടുക്കാൻ വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ പേരൻറ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അവർക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ ടാലൻസ് ഉണ്ട്, ഇവിടെ നിന്ന് അവരെ അക്വയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് കോമ്പിനേഷനിൽ അവരെ വളർന്നു വരാൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പേരൻറ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ പേരൻറ്റിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ സെൽഫിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. നമ്മൾ കുറേ കാര്യങ്ങളിൽ കറക്റ്റ് ചെയ്യാനും തിരുത്താനും ഒക്കെ ഉള്ളത് തിരുത്തിക്കൊണ്ടാണ് നമുക്ക് ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കുക. നമ്മളത് ആരും കാണാതെ, അതിൽ കുറേ കാലമായിട്ടുള്ള പഴക്കം ചെന്നൊരു മുറിവാണ്. നമ്മളത് ആരും കാണാതെ ഇങ്ങനെ പൊതിഞ്ഞ് ബാൻഡോടെ കൊട്ടിച്ച് സേഫായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടി ഒരു ദിവസം വന്നിട്ട് പറയാം, അമ്മ നമുക്ക് കളിക്കാൻ പോവാം, വാ. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ വരാൻ പറ്റില്ല മോനെ, ഇവിടെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, പറ്റില്ല. അപ്പോൾ കൊച്ചു പിന്നെയും പറഞ്ഞു, വാ, വന്നേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും വഴക്കായി, വാശിയായി. അപ്പോൾ കൊച്ചെന്ത് ചെയ്തു, ഓടി വന്നിട്ട് നമ്മുടെ കയ്യിലെ ഈ മുറിവിൽ പിടിച്ചിട്ട് വലിക്കും. വാ അമ്മ പോവാം എന്ന് പറയും. അപ്പോൾ ഈ മുറിവ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വേദന എടുക്കും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, എന്ത് പണിയൊക്കെ കാണിച്ചത്, നീ എന്ത് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യും. അത് എന്തിൻ്റെ റിയാക്ഷനാണ്? നമുക്കിവിടെ വേദന എടുത്തു, കാരണം ഇവിടെ തൊട്ടപ്പോൾ നമുക്ക് വേദന എടുത്തു. അപ്പോൾ ഈ മുറിവ് നമ്മുടെ ഉള്ളിലാണെന്ന് വിചാരിക്കുക, അത് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കുക. നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ജോബിൻ്റെ സ്ട്രെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ പറ്റി ചിന്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ബോഡി ഷെയ്മിങ്ങുകൾ, അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റി തരുന്ന പലതരത്തിലുള്ള പ്രഷറുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ കൂടെ കൂടിയിട്ട് നമ്മുടെ ഉള്ളിലൊരു മുറിവുണ്ട്. അതെല്ലാ ഹ്യൂമൻ ബീയിങ്സിനും പലതരത്തിൽ, പല സൈസിൽ, പല വലിപ്പത്തിലുള്ള മുറിവുകളാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്തിട്ടില്ല, മുറിവ് അവിടെ തന്നെ ഉണ്ട്. നമ്മളിതിങ്ങനെ ആരും കാണാതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇതിനെയാണ് മിക്കപ്പോഴും കുട്ടികൾ വന്നിട്ട് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എനിക്ക് ഒന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു മുറിവിനെ ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് ട്രിഗർ ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മുടെ പൊട്ടിത്തെറിക്കുള്ള കാരണം. അല്ലാതെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മാറിയിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സ്ട്രെസ്ഡ് അല്ലായിരുന്നെങ്കിൽ, നമുക്ക് വേറുള്ള ഒരു ജീവിത പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് ഇത്ര ഇൻറ്റൻസിറ്റിയിൽ ചിലപ്പോൾ റിയാക്ട് ചെയ്തു എന്ന് വരില്ല. നമുക്ക് കുറച്ചും കൂടെ കാമായിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ പറ്റിയേനെ. അതിന് പകരം നമ്മൾ പലപ്പോഴും റിയാക്ട്, എന്താ പ്രശ്നം, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ആയിരുന്നു ഞാൻ പണ്ട് റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ ആകെപ്പാടെ ഹെൽപ്ലെസ് ആയിട്ട് കിടന്ന് ബഹളം വെക്കുക, കരയുക, സ്ക്രീം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്ര പോലും ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിട്ട് ഇതിൻ്റെ മുകളിൽ ശബ്ദം ഉയർത്തുക, കരയുക, ഇതിന്ന് നമ്മൾ എന്ത് എക്സാമ്പിൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്കോ അവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അച്ഛനും അമ്മയും ഇത്രയും പോത്തുപോലെ വളർന്നു, പക്ഷേ ഞങ്ങൾക്കും ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ ഇൻഡയറക്റ്റ്ലി കാണിച്ചു കൊടുക്കുന്നത്. അല്ലാതെ എങ്ങനെ നമുക്കിപ്പോൾ ദേഷ്യം വന്നാലും, എന്ത് തരത്തിലുള്ള ഇമോഷൻ വന്നാലും, സങ്കടം വന്നാലും അതിനെ എങ്ങനെ കാമായിട്ട് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം, എത്ര ദേഷ്യത്തിലും നമുക്ക് എങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഒരാളോട് സംസാരിക്കാം, ആ കണക്ഷൻ പോവാതെ റിലേഷൻഷിപ്പിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാം, ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റാതെ നമ്മൾ ഇമ്മീഡിയറ്റ് സൊല്യൂഷനാണ് നോക്കുന്നത്. പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടണം. കൊച്ചിപ്പോൾ കടയിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കടയുടെ മുമ്പിൽ കിടന്നിട്ട് ഉരുണ്ട് കരയുക, എനിക്ക് ആ ടോയ് വേണം. അപ്പം നമ്മൾ ഇത് കുട്ടിയുടെ പ്രശ്നമായിട്ടല്ല നമ്മൾ കാണുന്നത്, നമുക്ക് ഏൽക്കുന്ന ഒരു അപമാനമായിട്ടാണ് നമ്മളിത് പലപ്പോഴും കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെന്താ വിചാരിക്കുക, ആൾക്കാർ കാണുമല്ലോ ദൈവമേ, അപ്പോൾ ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനൊരു മോശം അച്ഛൻ അല്ലെങ്കിൽ മോശം അമ്മ എന്ന ആൾക്കാർ എന്നെക്കുറിച്ച് ജഡ്ജ് ചെയ്യും. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മളെ ആൾക്കാർ മോശക്കാരായിട്ട്, അല്ലെങ്കിൽ ഇത്ര ചെറിയൊരു കുട്ടിയെ ഇങ്ങനെയാണോ നിങ്ങൾ വളർത്തി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്ത് കുഞ്ഞുങ്ങൾ കടയുടെ മുമ്പിൽ കിടന്ന് കരയുന്നത് പുതിയ കാഴ്ചയൊന്നുമല്ല. പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കും, എൻ്റെ കൊച്ചങ്ങനെ ചെയ്യുന്നത് ഞാൻ അത്ര കൺട്രോൾ ഇല്ലാത്തൊരു പേരൻ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ
ഈ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി എനിക്കില്ലാഞ്ഞിട്ടാണ് ആളുകൾ ജഡ്ജ് ചെയ്യോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിനോട് എണീക്കടാ അല്ലെങ്കിൽ എണീക്കടി എന്ന് പറയുന്നത്. കൊച്ചു ഒട്ടും കേൾക്കില്ല, കൊച്ചിനത് കേൾക്കേണ്ട ആവശ്യമില്ല. കൊച്ചിനെ എങ്ങനെയെങ്കിലും കൊച്ചിൻ്റെ ഡിമാൻഡ് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് കുട്ടിയുടെ ആവശ്യം. കുട്ടി അതിനുവേണ്ടി എക്സ്ട്രീമായിട്ട് അപ്പോൾ ചിലപ്പോൾ കരഞ്ഞെന്ന് വരും. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ടെമ്പർ തെറ്റും. എന്താ, നമ്മുടെ പേരൻ്റൽ ഈഗോ അവിടെ വർക്കാവുന്നുണ്ട്. ഞാനാണ് പേരൻറ്റ്, ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ മുറിവിനെ അല്ലെങ്കിൽ നമ്മുടെ പേരൻ്റൽ ഈഗോയിനെയൊക്കെ പോയിട്ട് ഇവർ തോണ്ടുന്നത് കൊണ്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. പല സമയത്തും നമ്മൾ നമ്മുടെ എക്സ്ട്രീമായിട്ട് ബിഹേവ് ചെയ്യുന്നതും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിതിൽ റിഗ്രറ്റ് ചെയ്യുന്നതും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അവർ കുട്ടികളാണ്, അവരെന്തായാലും പിടിവാശിയും ടാൻട്രംസും ഒക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ആസ് പേരൻസ് ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും കാമായിട്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനും പഠിക്കുക എന്നുള്ളതാണ്. അത്ര ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല. വളരെയധികം സ്ട്രെയിനും എഫേർട്ടും ഒക്കെ എടുത്തിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. കുട്ടികളൊരു വാശി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒറിജിനൽ ട്രിഗർ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ആ ഒരു പോസ്റ്റ് ഇപ്പോഴും ഒരു റീലിന് ക്യാപ്ഷനായിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പോൾ അതുപോലെ കുട്ടികൾ വഴക്കുണ്ടാക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാവും. പലപ്പോഴും അവർ നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അപ്പോൾ ആ സമയത്ത് കുറച്ച് സ്നേഹം വേണമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഫീൽ വേണമായിരിക്കും. പലപ്പോഴും ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പല തരത്തിലുള്ള ടാൻട്രംസ് കാണിക്കുന്നത്. അപ്പം നമ്മൾ അതിനെയൊക്കെ ഇവരുടെ പിടിവാശിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ അച്ഛനെ പോലെയുള്ള ദേഷ്യം, മുത്തച്ഛൻ്റെ ദേഷ്യം, അല്ലെങ്കിൽ അത് ആ പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ പലപ്പോഴും ലേബൽ ചെയ്യുകയും ഇതിനെ എല്ലാവരുടെയും മുന്നിൽ കുട്ടിയെ അത്രക്കാരൻ അല്ലെങ്കിൽ അത്രക്കാരി ആക്കി നമ്മൾ ലേബൽ ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ അടിച്ച് വളർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻറ്റിങ് ഫോളോ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാകുമ്പോൾ നമുക്ക് തന്നെ കുട്ടിയോട് കുറച്ചും കൂടെ എംപത്തറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ജോലിക്ക് ഇറങ്ങി പോകും, അല്ലെങ്കിൽ നമ്മൾ ഇവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റി കൊണ്ടായിരിക്കും നമ്മൾ കൂടെയുള്ള സമയത്ത് ഇവർ കൂടുതൽ നമ്മളോട് വഴക്കുണ്ടാക്കുന്നത്. അത് വഴക്കായിട്ടാണ് പുറത്തു വരുന്നതെന്നുണ്ടെങ്കിലും ബേസിക്കലി അത് അവരുടെ ഇൻസെക്യൂരിറ്റി ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നീഡ് ഫോർ കണക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ 24/7 കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ആളാണ്, എന്നിട്ട് പിന്നെ കൊച്ചു എന്തിനാ ഈ അറ്റൻഷന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ 24 മണിക്കൂറും കൂടെ ഇരുന്നാലും നമ്മൾ കൊടുക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ടൈമാണ്. നമ്മൾ കുറേ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സമയത്തിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടായിരുന്നു, നമ്മൾ എത്ര സമയം എക്സ്ക്ലൂസീവായിട്ട് കുഞ്ഞിനെ മാത്രം ഫോക്കസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി മാത്രമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് അവർ പറയുന്ന കളികൾ കളിച്ച് അവരുടെ കൂടെ ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും. നമ്മളിങ്ങനെ 100 കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഞാനിവിടെ ഉണ്ടല്ലോ, കൊച്ചിൻ്റെ അടുത്തുണ്ടല്ലോ എന്നുള്ള തരത്തിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എക്സ്ക്ലൂസീവ് അറ്റൻഷൻ കൊടുത്തിട്ടുള്ള സമയം പലപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും കുട്ടികൾ വാശി പിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും. ഇത് പുറത്ത് വരുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും വേറെ ഏതെങ്കിലും രൂപത്തിലായതുകൊണ്ട് നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ. പുറത്തുണ്ടാവുന്ന ഇമ്പാക്റ്റ് മാത്രമാണ് നമ്മൾ പലപ്പോഴും കാണുന്നുള്ളൂ. ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണ് ശരിക്കും എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മളും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടിയുടെ ഒരു വഴക്ക് വാശിയോ കാണുമ്പോൾ നമുക്കതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നമുക്ക് ആ സിറ്റുവേഷനിൽ കൺട്രോൾ പോകുന്നതിൻ്റെ പ്രശ്നമാണോ? നമ്മുടെ പേരൻ്റൽ ഈഗോയിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരുന്നൊരു ദേഷ്യമാണോ? അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ തന്നെ ചില ചൈൽഡ്ഹുഡിലെ റിഫ്ലക്ഷൻസ് കണ്ടിട്ട് ഇവരങ്ങനെ ആവരുത് എന്ന് വിചാരിക്കുന്നതാണോ? എന്ത് തരത്തിലാണ് നമ്മളെ കുട്ടികളുടെ ആക്ഷൻസ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മളോട് കുഞ്ഞ് തർക്കുത്തരം പറഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയുമെന്ന് വിചാരിക്കാത്തൊരു വാക്ക് പറഞ്ഞു, നമുക്കത് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. അപ്പോൾ ഇത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഇതിൻ്റെ പുറകിലുണ്ടായിരിക്കും. ഈ ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റാത്തതിന് എന്തെങ്കിലും ഒരു റീസൺ നമ്മുടെ പാസ്റ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയുടെ റിയാക്ഷൻ്റെ പിന്നിലുമുള്ള ശരിക്കുള്ള റീസൺ എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ബിഹേവിയർ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ശരിക്കും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് ആ മൊമെൻറ്റിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞൊരു ടെക്നിക്ക് പറയാം. അതായത് വീട്ടിലൊരു വഴക്കുണ്ടായി, കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായി, അത് കഴിഞ്ഞു, നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. നമുക്ക് തോന്നുമായിരുന്നു ഇത്ര ഭീകരമായിട്ടൊന്നും ഞാൻ ആ സമയത്ത് റിയാക്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് നമുക്കും തോന്നി. പിള്ളേരും കരഞ്ഞു. അങ്ങനെ ആകെ ഒരു മെൽറ്റ് ഡൗൺ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് വേണമെങ്കിൽ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ നോട്ട് പാഡിലോ വല്ലതും ഒന്ന് കുറിച്ച് വെക്കുക. എന്തായിരുന്നു
ആ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് പിന്നിലുള്ള ശരിക്കുള്ള റീസൺ എന്തായിരുന്നു, നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, നമുക്ക് വേണമെങ്കിൽ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതും നമുക്ക് മറ്റേതൊക്കെ തരത്തിൽ അവിടെ റിയാക്ട് ചെയ്യാമായിരുന്നു, എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള നമ്മുടെ ആ ഒരു റിയാക്ഷൻ്റെ പാറ്റേൺ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്നതും എവിടെയെങ്കിലും എഴുതിയിടുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കാറ്റും കോളും അടങ്ങിയിട്ട് ശാന്തമാകുന്ന സമയത്ത് നമ്മൾ തന്നെ ഇരുന്നൊന്ന് ആലോചിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഞാൻ അത്രയും എങ്ങനെ ചിലപ്പോൾ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്തത്, എനിക്ക് ഓൾറെഡി ഓഫീസിൽ നിന്ന് കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം നടന്നതുകൊണ്ടാണ് കൊച്ചിന്ന കാര്യം വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രൊവോക്ഡ് ആയത്. ശരിക്കും ഞാൻ കൊച്ചിനോടത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കുഞ്ഞിനത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചില പാറ്റേൺസ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ ഒന്ന് കോൺഷ്യസ് ആക്കാൻ നമ്മുടെ ഇത്തരത്തിലുള്ള ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ എല്ലാ പേരൻസിനോടും, പ്രത്യേകിച്ച് കൊച്ചുമക്കളുള്ള പേരൻസിനോട്, അതായത് ഈ അറ്റൻഷൻ സീക്ക് ചെയ്ത് കരയുന്ന പ്രായത്തിലുള്ള കുട്ടികളുണ്ടല്ലോ, ടോഡ്ലേഴ്സൊക്കെ ഉള്ള പേരൻസ് ഡെഫിനറ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇപ്പോൾ അവരുടെ കൂടെ റെഗുലറായിട്ട് കുറച്ച് സമയം കളിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് ദിവസത്തിൻ്റെ തുടക്കത്തിലാവുന്നത് ഏറ്റവും ബെസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ ആദ്യം തന്നെ അവർക്ക് വേണ്ട അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പകൽ നമ്മുടെ പിന്നാലെ നടന്നിട്ടുള്ള ഈ വലിയ വഴക്കുകൾ ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു 10 മിനിറ്റ്സ്, അതിപ്പോൾ നമുക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേരും കൂടെ ഒരുമിച്ചിരുത്തിയിട്ടുള്ള 10 മിനിറ്റ്സ് അല്ല, എക്സ്ക്ലൂസീവ്ലി 10 മിനിറ്റ്സ് ഒരാൾക്ക്, എന്നിട്ട് അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അവർക്ക് കളിക്കാനുള്ള കളികൾ കളിക്കുക. ആ കൂട്ടത്തിൽ നമ്മൾ ഓർക്കും ഒരു കളി കളിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് എഡ്യൂക്കേഷൻ കണ്ടൻറ്റും കൂടെ തിരികേക്കാം എന്ന് വിചാരിക്കുക. അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. കളിക്കുമ്പോൾ ഫുൾ ഫൺ, കളിക്കുക. അങ്ങനെ കുട്ടിക്ക് തോന്നണം ഇത് എനിക്ക് വേണ്ടി മാത്രം എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ തരുന്ന എക്സ്ക്ലൂസീവ് ടൈമാണ്, ഞാൻ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് നോക്കുക. അപ്പം അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ, അത് അധികം സമയം വേണമെന്നല്ല, ഇപ്പോൾ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ആണ് നിങ്ങൾ ആ ഒരു സമയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷാർപ്പ് അത്രയും സമയം മതി. അതിപ്പോൾ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് കുട്ടിയും കാണിച്ചു കൊടുത്തു, നമ്മുടെ ഒരു പ്ലേ ടൈമാണ് ഇത്, ക്ലോക്ക് ഇവിടുന്ന് തുടങ്ങുമ്പോൾ തുടങ്ങും, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അലാം അടിക്കുമ്പോൾ അത് നിൽക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെ കളിക്കാനിരുന്നാൽ മതി. പക്ഷെ അത് വളരെ എഫക്റ്റീവാണ്. കാരണം നമ്മളൊരു സമയം കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതൊരു ക്വാളിറ്റി ടൈം ആയിരുന്നു, എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഇത്രയും അറ്റൻഷൻ എന്നുള്ളത് കുഞ്ഞിനും മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് നോ ഫോൺ, വേറെ ഒരു ഗാഡ്ജറ്റ്സും ഒന്നുമില്ലാതെ, വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു സമയം പറ്റിയാൽ ഏറ്റവും നല്ലത് ദിവസത്തിൻ്റെ തുടക്കത്തിൽ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയത്ത് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമയം കൊടുത്തു നോക്കൂ. ഡെഫിനറ്റായിട്ടും കുട്ടികളുടെ ഈ വഴക്കുണ്ടാക്കുന്ന പാറ്റേണിൽ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. പിന്നെ ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ നമ്മൾ എത്ര കാമാവാൻ ശ്രമിച്ചിട്ടും നമ്മൾ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ടും അവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരു പേരൻറ്റിങ് കോച്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെയോ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുഞ്ഞിനെ കൊണ്ട് കാണിക്കണം എന്നല്ല, എങ്ങനെ ഇവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഈ ടാൻട്രംസ് അതുമായിട്ട് നമുക്ക് എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുടെ അഡ്വൈസ് സീക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ടാൻട്രംസ് മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. അപ്പോൾ വലിയൊരു വഴക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷേ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അതും ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ ചുമ്മാ അങ്ങനെ ബ്രീത്ത് എടുത്താൽ പോരാ, ഒരു കൈ നമ്മുടെ ഈ വയറിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് അവിടം വരെ, ഈ കൈ ഉയരുന്ന വരെയുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അത്ര ഡീപ്പായിട്ട് നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ ആ ഭാഗം പൊങ്ങുള്ളൂ. അതായത് നമ്മുടെ ലങ്സ് ഫുൾ എയർ എടുത്ത് തിരിച്ച് ഒന്ന് ശ്വസിച്ച് ഒന്ന് കാമായിട്ട് പിന്നെ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത്രയും സമയം ആകുമ്പോഴേക്കും നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും ഇവിടെ വലിയ അപകടമൊന്നും സംഭവിക്കുന്നില്ല, കടുവയും പുലിയൊന്നും നമ്മളെ പിടിക്കാൻ വരുന്ന അത്ര ഭീകര പ്രശ്നത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. ഈ കുട്ടികൾ വഴക്കുണ്ടായപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒച്ച കേട്ടപ്പോൾ നമുക്ക് ട്രിഗർ ആയതാണ് എന്ന് നമ്മുടെ ബോഡിക്ക് മനസ്സിലാക്കാനുള്ളൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കാമായിട്ട് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് ചിലപ്പോൾ ഇവരോട് റിയാക്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് എന്നാലും ഞാൻ എൻ്റെ കൊച്ചിനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് മാറിയിരുന്ന് കരയേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ കാമായിരിക്കുക എന്ന് പറയുന്നത് ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറേ പ്രാക്ടീസസിലൂടെ കാമാവാൻ പഠിച്ച ഒരു അമ്മ പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. പക്ഷേ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ കാമായിട്ടും നമ്മൾ വളരെ സോഫ്റ്റായിട്ടും കുട്ടികളോട് ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അവരെ അനുസരണ പഠിപ്പിക്കും, ഡിസൈഡ് ആയിട്ടുള്ളൊരു ബിഹേവിയറിലേക്ക് അവരെ എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഈ വീഡിയോയുടെ ഒരു പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ടാൻട്രംസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്റ്റേ കാം. എന്തുകൊണ്ടാണ് അവരുടെ ട്രിഗർ ഉണ്ടായത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അവരങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എവിടെയാണ് ഹിറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് കുട്ടിയോടുള്ള ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കാമായിട്ട് ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ കുഞ്ഞ് എന്ത് ഇമോഷൻസ് കൂടെയാണോ കടന്നു പോകുന്നത് ആ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക. അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞിന് ദേഷ്യം വരാമെന്ന്, അല്ലെങ്കിൽ അച്ഛന് മനസ്സിലാവുന്നുണ്ട് മോന് ദേഷ്യം വന്നു, അല്ലെങ്കിൽ അത് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടല്ലേ എന്നുള്ള അവരുടെ ആ ഒരു ഇമോഷനെ വാലിഡേറ്റ് ചെയ്യുക. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ പറയുന്നതൊക്കെ സാധിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് കാമാക്കുക എന്നുള്ളതല്ല. ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ആ ബൗണ്ടറീസ് കൃത്യമായിട്ട് വളരെ ഫേം ആയിട്ടുള്ള വോയിസിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്കറിയാം ഇതൊന്നും ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്, പക്ഷേ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ സാധിച്ചെടുത്ത് പേരൻറ്റിങ് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജോലിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരമ്മ എന്ന നിലയിലാണ് ഞാനിത് നിങ്ങളോടിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് എങ്ങനെ അടികൾ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വെരി സൂൺ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്.